Hey guys, so welcome back to our YouTube channel. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വ്ളോഗിങ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ് ഞാനാണെങ്കിൽ ഇടുന്നത്. അതാണ് വേറൊന്നുമല്ല. ആക്ച്വലി ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എനിക്ക് ടൈം കിട്ടാറില്ല. വീക്കെൻഡിൽ ഒരു സാറ്റർഡേ നൈറ്റ് ആകുമ്പോഴാണ് വീട്ടിലെത്തുന്നത്. ഒരു ഏകദേശം 11 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തിയിട്ട് പിന്നെ ഞായറാഴ്ച എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും, വിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോകുന്നതോ അങ്ങനെ സംബന്ധിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ തിങ്കളാഴ്ച വെളുപ്പിന് 3 മണിക്ക് ഞാൻ പോകും. അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു ടൈം ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ടാണ് ഈ ക്യൂൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇത്ര ലാഗായി പോയത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. കുറച്ച് സമയം അധികം കിട്ടി. അപ്പം ഞാൻ ഇന്ന് തന്നെ വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. സോ സോറി ഫോർ ദ ലേറ്റ് Q&A. അപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചേട്ടനെ വിളിച്ചിരുത്തിയിട്ട് ഒരുമിച്ചൊരു Q&A ഇടാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരൻ്റെ അടുത്ത് കുറേ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷെ ക്യാമറ ഫേസ് ചെയ്യാൻ ഷൈ ആയതുകൊണ്ട് വരത്തില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും കുറച്ച് നാൾ ലാഗായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ തന്നെ വന്ന് Q&A ഇടാമെന്നാണ് വിചാരിച്ചത്. സോ നമുക്കിനി ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര ഇയേഴ്സ് ആയിരുന്നു ഞങ്ങളുടെ ലവ് എന്നുള്ളത്. ആക്ച്വലി ഇത് 7th ഇയർ ആവാൻ പോവുകയാണ്. 6 ഇയേഴ്സ് ആയിരുന്നു. 6 ഇയേഴ്സ് കഴിഞ്ഞ് ഏകദേശം ആയപ്പോഴത്തേനും കല്യാണമായി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചേട്ടൻ സച്ചു ഉണ്ട്, സച്ചുവിൻ്റെ ചേട്ടനുണ്ട്, ചിക്കു ചേട്ടനുണ്ട്, പിന്നെ അച്ഛൻ, അമ്മ. ഇവർ 4 പേരുമാണ് ഉള്ളത് വീട്ടിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീട്ടിൽ ലവ് മാരേജ് ഓക്കെ ആയിരുന്നു? വീട്ടിൽ ഞങ്ങളുടെ എന്ന് പറയുന്നത് 2 വീട്ടുകാർക്കും അറിയായിരുന്നു കാര്യം. കാരണം ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ കറങ്ങാൻ പോയ ടൈമിൽ തന്നെ ഒന്ന് പിടിച്ചായിരുന്നു ചെറുതായിട്ട്. അപ്പോഴത്തേനും 2 വീട്ടുകാർക്കും അറിയായിരുന്നു കാര്യങ്ങളും. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ഒരു ജാതകത്തിൽ എനിക്ക് 19, 23, 25 അങ്ങനെ എന്തോ ആയിരുന്നു വയസ്സിൽ കല്യാണം പറഞ്ഞു വെച്ചിരുന്നത്. അപ്പം സച്ചിനെ നോക്കിയപ്പോഴത്തേക്കും 27ാമത്തെ വയസ്സിൽ കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 37, 40 സംതിങ് അങ്ങനെ എത്ര ഒരു ഏജ് ഗ്യാപ്പായിരുന്നു. അപ്പോൾ ഓൾറെഡി അത്രയും ഒരു വേരിയേഷൻ വന്നതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ജാതകത്തിൻ്റെ ഇഷ്യൂ വന്നതുകൊണ്ടാണ് ഞങ്ങളിപ്പം കല്യാണത്തിന് പ്ലാൻ ചെയ്തത്. അല്ലെങ്കിൽ ഒരു 2-3 വർഷമെങ്കിലും പോയേനെ. സോ വീട്ടുകാർക്ക് സമ്മതമായിരുന്നു, വീട്ടുകാർക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ ഒരു ജാതകത്തിൻ്റെ ഇഷ്യൂ വന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നേരത്തെ കല്യാണം കഴിച്ചത്. ഓക്കെ, ഹൗ വാസ് യുവർ മാരീഡ് ലൈഫ്? ഡു യു ഫീൽ എനി ചേഞ്ചസ് ആസ് ലവേഴ്സ് ടു ഹസ്ബൻഡ് ആൻഡ് വൈഫ്? സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ചിലപ്പോഴൊക്കെ ചുമ്മാ ഇങ്ങനെ മൈൻഡ് ഔട്ട് ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ആലോചിക്കുന്നത് എന്തൊരു സംഭവം ഉണ്ടായിരുന്നു, അയ്യോ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനിപ്പോൾ വൈഫാണ് അല്ലെങ്കിൽ പുള്ളി എൻ്റെ ഹസ്ബൻഡാണ്, അങ്ങനെ ഒരു തോട്ടായിരിക്കും വരുന്നത്. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് എനിക്ക് സച്ചേട്ടൻ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ബട്ട് എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ ഇതിനു മുന്നേ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ടായാലും പിണക്കമായാലും ഇണക്കമായാലും ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കല്യാണത്തിന് മുന്നേ കുറച്ചുകൂടെ ടൈം കിട്ടുമായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞിട്ട് എനിക്കെങ്ങനെ ഒരു എന്താ പറയുന്നത് ചേഞ്ച് തോന്നിയിട്ടില്ല. ലവേഴ്സായിട്ട് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. ഹസ്ബൻഡ് മെറ്റീരിയലായിട്ട് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് ആ ഒരു കണക്ഷനിലോട്ട് വന്നിട്ടില്ല. ഒരു 50% ഒക്കെ ആയതേ ഉള്ളൂ. പക്ഷെ എനിക്കിപ്പോഴും സച്ചേട്ടനെ ഞാൻ 6 വർഷം മുന്നേ എങ്ങനെയാണെന്നോ കണ്ടിട്ടുള്ള ആൾ, അതുപോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും പുള്ളിയെ അങ്ങനെ കണ്ടിട്ടുള്ളത്. അടുത്തത്, മാരീഡ് ലൈഫ് എങ്ങനെയുണ്ട്? സിംഗിൾ ലൈഫ് ഓർ മാരീഡ് ലൈഫ്? ശരിക്കും പറഞ്ഞ് ഈ സിംഗിൾ ലൈഫിനും മാരീഡ് ലൈഫിനും രണ്ടും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. മാരീഡ് ലൈഫ് കൊള്ളാം, കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് വെച്ച് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും കല്യാണം കഴിച്ചോ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് കുറേ അധികം എന്ന് വെച്ചാൽ സച്ചുവിന് കുറേ റിലേറ്റീവ്സ് ആണുള്ളത്, ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഒരുപാട് പേരുമായിട്ട് കണക്ഷൻ കിട്ടും, നമുക്ക് ഒരുപാട് പേരുടെ അടുത്ത് മിങ്കിൾ ചെയ്യാനും കിട്ടും. എൻ്റെ കുടുംബത്തിൽ ഞാൻ അമ്മയുടെ വീട്ടുകാരുമായിട്ടായിരിക്കും കുറച്ചുകൂടെ ഫേവറായിട്ട് നിൽക്കുന്നത്. അപ്പം അവരുമായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടൊരു ബിഗ് ആയിട്ടുള്ള ഒരു കുടുംബത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഇത്രയും പേരുമായിട്ട് മിങ്കിൾ ആകുമ്പോഴത്തേക്കും എന്താ പറയുന്നത് കുറച്ച് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൂടുതലായിട്ട് ക്യാപ്ചർ ചെയ്യാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാരീഡ് ലൈഫും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് എന്ന് ഞാൻ പറയും. ഇത് എൻ്റെ മാത്രം പെർസ്പെക്റ്റീവാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീട്ടിൽ എങ്ങനെ സെറ്റ് ആക്കി എടുത്തു? ഇപ്പോൾ റിലേഷനിലുള്ളവരോട് ചേച്ചിക്ക് പറയാനുള്ളത്?
വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ സെറ്റാക്കാൻ ഞാനങ്ങനെ ഒരു കാര്യവും ഞാനങ്ങനെ പറയാതൊന്നും ഇരുന്നിട്ടില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് വരുന്ന റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ വീട്ടിൽ അച്ഛനോട് ഞാൻ അങ്ങനെ പറയാറില്ല, അമ്മയോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അമ്മയ്ക്ക് അറിയായിരുന്നു കാര്യം. പിന്നെ സച്ചു വീട്ടിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് വീട്ടുകാർക്കും അറിയായിരുന്നു. ജോലിയൊക്കെ കിട്ടി ഇങ്ങനെ ആയപ്പോഴേക്കുമാണ് കല്യാണത്തിനോട് ഞങ്ങൾക്ക് കുഴപ്പമില്ല. ആദ്യം നമ്മുടെ അടുത്ത് നമുക്ക് അടുത്ത വർഷം കല്യാണം നടത്താമെന്ന് പറഞ്ഞപ്പോൾ പോലും നമുക്ക് നമുക്ക് ആ ഒരു ഇതായിരുന്നു, അയ്യോ എല്ലാം വളരെ പെട്ടെന്നായി പോയല്ലോ എന്നുള്ള ഇതിൽ. ഒരു 2-3 വർഷത്തേക്കും കഴിഞ്ഞ് മതിയെന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് ഒരു അടുത്ത വർഷം ആയപ്പോഴത്തേക്കും ഭയങ്കര പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈം കിട്ടാതെ ആയിപ്പോയി എനിക്ക്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എന്തായാലും ആ സമയത്തായിരിക്കും നടക്കാനുള്ളതെന്ന് വിചാരിച്ചിട്ട് അതിനോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. ഇപ്പം കുഴപ്പമില്ല. ഇനി ഇപ്പം റിലേഷനിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സിൻസിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആയാലും ദൈവം അത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും ഡിസിഗ്നേറ്റ് ചെയ്ത് തരും. അത് ഓഫ് കോഴ്സ് അത് കാര്യമാണ്. കാരണം എൻ്റെ റിലേഷൻ നടക്കത്തില്ല എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. 100% നടക്കൂല എന്ന് പല കാര്യങ്ങളിൽ നിന്ന്, അതായത് എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചുമ്മാതാണ്, വെറുതെയാണ്, എന്തിനാണ് ഇങ്ങനെ വർഷം കളയുന്നത്, അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല, ഇത് എത്ര വരെ പോകും നമുക്ക് നോക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അത് സമയമാകുമ്പം നമുക്ക് രണ്ടുപേർക്കും ജെന്യൂനായിട്ട് തോന്നുകയാണെങ്കിൽ അത് നടന്നിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള വഴി ഉണ്ടാവും. പിന്നെ നമുക്കൊരു സ്റ്റാൻഡ് ചെയ്യാനുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ മാത്രം ചെന്ന് സംസാരിക്കുക. വീട്ടുകാർക്കൊക്കെ ആണെങ്കിൽ അവരെന്തായാലും നടത്തിത്തരും. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ആയതുകൊണ്ട് തന്നെ വീട്ടുകാർ എന്തായാലും നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ ഇഷ്ടങ്ങൾ ഇതുവരെ എൻ്റെ വീട്ടുകാർ മാറ്റി നിർത്തിയിട്ടില്ല. സച്ചുവിൻ്റെ വീട്ടിലായാലും അച്ഛനും അമ്മയും സച്ചുവിൻ്റെ ഇഷ്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ എന്തും. അപ്പം മക്കളുടെ ഇഷ്ടത്തിന് അവർ നിന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും അവർ സാധിച്ചു തരും. ഓക്കെ. ചേച്ചി ആഫ്റ്റർ മാരേജ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം എന്തുവാ? പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഞാൻ മിസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഞാൻ കല്യാണത്തിന് മുന്നേ സച്ചുവായിട്ട് കുറേ ടൈം എന്നുവെച്ചാൽ ഞങ്ങൾ തമ്മിൽ ഈ ഒരു 6 വർഷം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. പിന്നെ സച്ചുവിന് ട്രിവാൻഡ്രത്ത് ജോലി കിട്ടിയതിന് ശേഷം മാത്രമാണ് ഒരു 8 മാസത്തോളം എൻ്റെ ക്യാമ്പസും അവിടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പിന്നെ എന്നും കാണാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് ആ ഒരു 8 മാസം സമയമായിരുന്നു ഞങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് ഇല്ലാതിരുന്ന സമയം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ആ ഒരു സമയം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പം വീണ്ടും ലോങ് ഡിസ്റ്റൻസ് ആയി തുടങ്ങി. എനിക്ക് ജോലി കിട്ടി മാറിയപ്പോഴും അപ്പോഴും ലോങ് ഡിസ്റ്റൻസ് ആയി തുടങ്ങി. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കൂടുതലും എന്താ പറയുന്ന ആ ഒരു ഞങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്ന ടൈം കുറച്ച് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഒരു 0.1% ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. കാരണം നമുക്ക് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവരുടെയും കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം എനിക്ക് 2 ഫാമിലിയെയും നോക്കണം, 2 പേരുടെ സൈഡിൽ നിന്ന് നോക്കണം. അപ്പം സിച്ചുവേഷന് മാത്രം ഒരു ടൈം ഇതുവരെ എനിക്കിപ്പം ഞങ്ങളിപ്പം 3 മാസം ആവുന്നു കല്യാണം കഴിയാറായിട്ട്. ആ ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. സച്ച് ചേട്ടൻ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ പോസിറ്റീവ് തിങ്സ് അങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ പറയും, ഞാൻ ഭയങ്കര പൊസസീവ് ആയിരുന്നു. ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഞാൻ അങ്ങനെ പൊതുവേ അതിനോടൊന്നും വാല്യൂ കൊടുക്കാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇൻ സം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ അതൊക്കെ കുറച്ച് ഞാൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കി തുടങ്ങി എന്നാണ്. പക്ഷെ എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചകളും വന്നിട്ടുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. എനിക്ക് വാല്യൂ ചെയ്യുന്നവരെ അല്ലെങ്കിൽ എന്നെ വാല്യൂ ചെയ്യുന്നവരെ ഞാൻ വാല്യൂ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാനാണെങ്കിൽ ആലോചിച്ചിരുന്ന് വിഷമിക്കുമായിരുന്നു പണ്ടൊക്കെ. അയ്യോ അവരെന്താ മിണ്ടാത്ത, അവരെന്താ മെസ്സേജ് അയക്കാത്ത, അല്ലെങ്കിൽ അവർക്ക് എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത്രയും ഇതെന്ന് ആലോചിച്ച് ഞാൻ ഭയങ്കരമായിട്ടും പണ്ട് അങ്ങനെ അത് ആലോചിച്ച് ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുമായിരുന്നു. ഇപ്പോൾ സച്ചുവിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പം സച്ചുട്ടൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനെങ്ങനെ ആലോചിക്കുന്നത്, അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത്ര തന്നെ, എന്തിനാ ഇങ്ങനെ അതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. പുള്ളി ആ ഒരു ഒറ്റ മൈൻഡാണ്. അങ്ങനെ പറഞ്ഞ് പിന്നെ നമ്മൾ ആശ്വസിപ്പിച്ച് കഴിയുമ്പം ഞാൻ ആ ട്രാക്കിലോട്ട് എത്തിയിട്ടുണ്ട്. വേണ്ട, മിണ്ടണ്ട, എനിക്ക് അത്രയും കുഴപ്പമില്ല, അവരെ ചൂസ് ചെയ്ത കാര്യമാണ്, വേണ്ട കുഴപ്പമില്ല എന്ന് ഞാനും പിന്നെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി റിയാലിറ്റി. അപ്പോൾ അതൊക്കെയാണ് മാറ്റങ്ങൾ. ക്യാരക്ടറിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഉണ്ടായിട്ടുണ്ട്, ഫ്ലക്ച്വേഷൻ രീതിയിൽ.
അതൊക്കെയാണ് പോസിറ്റീവ് തിങ്സ് ആയിട്ട് എനിക്ക് തോന്നിയതുള്ളൂ. കാരണം ഞാൻ പണ്ട് ഭയങ്കര പേടി അങ്ങനെ എപ്പോഴും ഉണ്ട്, പക്ഷെ എന്തായാലും ഒരു 50% സച്ച് വന്നിട്ടാണ് മാറിയിട്ടുള്ളത് പേടിയുടെ കാര്യം. അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു വിചാരിച്ചിരിക്കുന്ന ഒരു സ്വഭാവം അത് സച്ച് വന്നിട്ടാണ് മാറിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹണിമൂൺ എന്താ വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്ത? സത്യത്തിൽ ഞങ്ങൾ ഹണിമൂൺ ഇതുവരെ പോയില്ല, പോവാൻ ടൈം ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീക്കെൻഡ് തോറുമാണ് വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഒറ്റ ഒരു സൺഡേ നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീട്ടിലോട്ട് വരുന്നത്. കാരണം കല്യാണത്തിന് കുറേ ലീവ് എടുത്തായിരുന്നു, ഒരു 10 ഡേയ്സോളം ലീവ് എടുത്തു. പിന്നെ എനിക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് വയ്യാതായി, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ലീവും പോയി. സോ ഓൾറെഡി എൻ്റെ കുറേ ലീവ് അധികം അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ആ ഒരു ഹണിമൂണിന് പോകാൻ പറ്റിയൊരു ലീവ് ഇപ്പൊ സച്ചേട്ടനുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഒരാൾ മാത്രം ഹണിമൂണിന് പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ ഹണിമൂണ് പോവാത്തത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഡിലേ ആണ് ഞങ്ങളുടെ കാര്യത്തിൽ വരുന്നത് ഫുള്ള്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, സമയമാകുമ്പം നടക്കുമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ചേച്ചിയും ചേട്ടനും വഴക്കിടാറുണ്ടോ? 2 മണിക്കൂർ മുന്നേയും കൂടി കഴിഞ്ഞതേ ഉള്ളൂ കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട്. ഞങ്ങൾ വഴക്കിടാറുണ്ടോ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടി നല്ലത് മീൻസ് വഴക്കിടാതെ ഇരുന്നിട്ടുള്ള എത്ര സമയമാണ് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. എനിക്ക് തൊട്ടനും പിടിച്ചതിനും മതി കാര്യങ്ങൾ ഇതേപോലെ വഴക്കിടാൻ വേണ്ടിയിട്ട്. എന്ത് ചെറിയ കാര്യമുണ്ടെങ്കിലും ഞാൻ ആദ്യം പിടിച്ചങ്ങ് തൂങ്ങും, പിന്നെ ആദ്യം പിടിച്ചങ്ങ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കും. പിന്നെ സച്ചുവേട്ടൻ സ്പോണ്ടേനിയസ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് തോന്നുന്നു അപ്പം തന്നെ അത് പറയും. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അയ്യോ അത് പറയണ്ടായിരുന്നു, നമുക്ക് ഫീൽ ആയല്ലോ എന്ന് തോന്നുന്നത്. പക്ഷെ ആ പറയുന്ന കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുകയും ചെയ്യും. അങ്ങനെ ഞാൻ പിന്നെ അതിൽ ചൊല്ലി പിന്നെ വഴക്കാവും, പിണങ്ങിയിരിക്കും. അങ്ങനെ ഒരു വഴക്ക് ആണ് ഞങ്ങളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ, ഇത്രയും നാൾ പ്രണയിച്ചിട്ട് താലി കെട്ടിയ മൊമെന്റിൽ ഉണ്ടായ ഫീൽ എന്തായിരുന്നു? അയ്യോ അത് ഭയങ്കര, എനിക്ക് എന്തോ പറയേണ്ടത്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു ഞാൻ എന്തിനാ കല്യാണ സമയത്ത് കരഞ്ഞേന്ന്. ആക്ച്വലി എന്തിനാ കരഞ്ഞേന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടായിരുന്നു. കാരണം ഞാൻ എന്താ പറയുന്നത്, എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ സച്ചുവായിട്ട് ആലോചിച്ച് നോക്കുമ്പോഴല്ല കല്യാണ സമയത്ത് എങ്ങനെയായിരിക്കും ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോൾ രാവിലെ ഒന്നും കുഴപ്പമില്ലായിരുന്നു. രാവിലെയൊക്കെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പേടി ടെൻഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെ അവർ കൂൾ ചെയ്ത് പിന്നെ അവിടെ ആ റൂമിൽ ചെന്ന് ഞാനിരുന്ന് കുറച്ച്, കാരണം എനിക്ക് എക്സാമിന്റെ ടൈമിലായാലും പേപ്പർ കിട്ടുന്ന സമയത്തായാലും റിസൾട്ട് കിട്ടുന്ന സമയത്ത്, ഇപ്പൊ 10ാം ക്ലാസ്സിലെ റിസൾട്ട് പബ്ലിഷ് ചെയ്താൽ പോലും എനിക്ക് പേടിയാണ്, എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ഞാനാണെങ്കിൽ പെട്ടെന്ന് അവിടെ വന്നിരുന്ന് ദൈവമേ അയ്യോ ഹീസ് ഗോയിങ് ടു മീറ്റ് മൈൻഡ്, എൻ്റെ മാത്രമാവുകയാണോ ഞാൻ, എനിക്ക് പറ്റുന്നില്ല, ആലോചിക്കാനോ ഒന്നും പറ്റുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഇത്രയും നാള് ഞാൻ എന്താ പറയുന്നത്, എൻ്റെ മനസ്സിലുള്ള സന്തോഷം മുഴുവനാണ് ആ സമയത്ത് ഞാൻ എക്സ്പ്രസ് ചെയ്തത്. ആ ഒരു സന്തോഷം, ആനന്ദക്കണ്ണീർ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ കരഞ്ഞതാണ് കേട്ടോ. അല്ലെങ്കിൽ അയ്യോ എന്നെ തലയെട്ടിപ്പോയി അങ്ങനെ ആലോചിച്ച് കരഞ്ഞതല്ല ഒരിക്കലും. എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ ഒരുപാട് കാത്തിരുന്ന ഒരു മൊമെന്റ് ഹാപ്പൻ ചെയ്തല്ലോ. കാരണം ഒരുപാട് ഇതുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് അത്രയും ഇമോഷണൽ ആയി പോയത്. അത് എന്തും വേണ്ടി ഇമോഷണൽ ആയിട്ടുണ്ടെന്ന് എൻ്റെ കൂടെ PGക്ക് പഠിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് നല്ല രീതിയിൽ അറിയാം. അത് എന്തുകൊണ്ടാണ് ഞാൻ അത്രയും ഇമോഷണൽ ആയെന്നുള്ളത്. വെഡിങ് ലുക്ക് വാസ് സോ ഗോർജിയസ്, wanted to know how curious and dreamy you were in setting saree. സത്യം പറഞ്ഞ എൻ്റെ കല്യാണം നടക്കുന്നതിന് 2 വർഷം മുന്നേ തന്നെ കല്യാണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റീലും ഞാൻ സേവ്ഡ് കളക്ഷൻസിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് ഈസിയാണ്, കാരണം വരുന്ന ഓരോ റീലും ഞാനെങ്കിൽ അപ്പൊ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ഞാനാണെങ്കിൽ സേവ് ചെയ്ത് വെക്കും. കാരണം എനിക്കറിയാം പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ സമയം കിട്ടത്തില്ല എന്നുള്ള കാര്യം. അപ്പൊ ഞാനാണെങ്കിൽ കല്യാണം വന്ന സമയത്ത് എനിക്ക് പെട്ടെന്നായി, കാരണം ഞാൻ ഡയറിയിൽ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സംഗീതിന് എത്ര സോങ്സ്, സംഗീതിന് ഇന്നൊക്കെ സോങ്സ്, ഡ്രസ് ഇന്ന കളർ കോഡ് അല്ലെങ്കിൽ ഇന്ന കളർ കോഡ്, അങ്ങനെ വെച്ചൊരു ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് എനിക്ക് കറക്റ്റ് കൺഫ്യൂഷൻ വന്നില്ല. പക്ഷേ സാരി നോക്കാൻ പോയപ്പോഴാണ് എൻ്റെ കൺഫ്യൂഷൻ മൊത്തം മാറിയത്. ആദ്യത്തെ ഒരു ഷോപ്പിൽ കയറി അവർ ഒളിപ്പിച്ച് നോക്കി. ഇവർ ഈ കടയിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അവിടെ ഡിസ്പ്ലേയിൽ ഒരു സാരി വെച്ചിട്ടുണ്ട്, ആ സാരി നമ്മൾ നോക്കി ഇഷ്ടപ്പെടും. എന്നിട്ട് അവിടെ വിരിച്ചിടുന്ന ഒരു ഫ്ലോർ ഉണ്ട്, അതിൽ വിരിച്ചിടുമ്പം ഈ വിരിച്ചിടുന്നതിന് മുകളിലായിട്ട് ഒരു ലൈറ്റ് അടിക്കും. ആ ലൈറ്റ് അടിക്കുമ്പം ഈ സാരി വേറെ കളറായിരിക്കും, എൻ്റർലി വേറെ കളർ, വേറെ ഷെയ്ഡും. ഇത് നമ്മൾ ഉടുത്തു വരുമല്ലോ, ഉടുത്തു വരുമ്പോ വേറൊരു കളർ. നമ്മുടെ സ്കിൻ ടോണിന് കറക്റ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അയ്യോ ഈ സാരിയാണോ നമുക്ക് ചേരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ആ സാരി തന്നെ ഫോട്ടോ എടുക്കുമ്പം വേറൊരു കളർ. ഞാൻ ഇതുപോലെ കൺഫ്യൂഷൻ പിടിച്ചിട്ടുള്ള എൻ്റെ പൊന്നി
4-5 കടയോളം ഞാൻ പോയി സാരി മാത്രം എടുക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഞാൻ ഉറപ്പിച്ചു എന്തായാലും റെഡിന്റെ ഷെയ്ഡ് വരുന്ന ഏതായാലും ലൈറ്റ് റെഡോ ഡാർക്ക് റെഡോ മെറൂൺ റെഡ്, മോസ്റ്റ്ലി ഞാൻ മെറൂൺ റെഡ് അല്ലെങ്കിൽ ബ്രിക്ക് റെഡ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പിക്കപ്പ് ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത്. കാരണം എനിക്ക് എന്താ പറയുക, ഈ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ആയാലും ശരി, മുഖം കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് റെഡ് ഇടുമ്പോഴാണ്. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് റെഡ് മതി, റെഡ് അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ റെഡ് ചൂസ് ചെയ്ത് എനിക്ക് അങ്ങോട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ലാസ്റ്റ് വീട്ടിലെ അമ്മയൊക്കെ പറയും ഏതേലും എടുത്തോളൂ നീ എത്ര കടയിൽ കയറിയ സമയം കളയുന്നേ. അങ്ങനെ പിന്നെ അവസാനം ഒരു കടയിൽ കയറി, അത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു കടയാണ്. അവിടെ നിന്ന് ജസ്റ്റ് വേറൊരിടത്താണ് പോകാനിരുന്നത്. പിന്നെ പോകുന്ന വഴിയിൽ ഇവിടെ കയറാമെന്ന് വെച്ചിട്ട് അവിടെ കയറി പോയതാണ്. അങ്ങനെ അവിടെ പോയപ്പോഴാണ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിലുള്ള ഒരു സാരി. അത് ഞാൻ ഇട്ട് നോക്കി. അത് എൻ്റെ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അതിൻ്റെ അകത്തൊരു ഗോൾഡൻ പാച്ച് വർക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആ കല്യാണത്തിന്റെ ഫോട്ടോസും വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഗോൾഡൻ പാച്ച് ഉണ്ട്. കൂടാതെ അതിൻ്റെ അകത്ത് ബ്രിക്ക് റെഡും വരുന്നുണ്ട്. അപ്പം നല്ല കോമ്പിനേഷൻ വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ദൈവമേ ഈ സാരി ഇങ്ങനെ എടുക്കുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറയും. കാരണം നമ്മൾ മോസ്റ്റ്ലി കാണുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോരുത്തരുടെ കല്യാണം വരുമ്പോഴാണ് സാരി കൊടുക്കുക. അയ്യേ ഇത്രയൊക്കെ ഉള്ളൂ, ഷൂട്ടിനൊക്കെ എന്തും വേണ്ടി നല്ല സാരീസാണ് കൊടുക്കുന്നത്, എന്നിട്ട് കല്യാണത്തിന് എന്ത് സാരിയാണ് കൊടുത്തതെന്നും പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് മൊത്തം ദൈവമേ ഇനി എന്തൊക്കെ എവിടെ നിന്നൊക്കെ ആരൊക്കെ എന്തൊക്കെ പറയാം. പക്ഷെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പിന്നെ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ബന്ധുക്കാരും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, പക്ഷെ എനിക്ക് പെർഫെക്റ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സാരി എടുത്തത്. ഞാൻ വേറൊരാളുടെ ഒപ്പീനിയൻ ഞാൻ ചൂസ് ചെയ്തില്ല. ഞാൻ ഇഷ്ടപ്പെട്ടു, കണ്ടു, എടുത്തു, ഉടുത്തു, കല്യാണം കഴിച്ചു. ഓക്കെ, യു ഫീൽ നൗ ആസ് എ വൈഫ് ആൻഡ് ഡോട്ടർ ഇൻ ലോ. സത്യം പറഞ്ഞാൽ വൈഫാണെന്ന് ഞാൻ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ചില സമയത്ത് കഴുത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ സ്വഭാവമുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ മാല എടുത്ത് വെച്ച് ഇങ്ങനെ തോന്നുന്നു അയ്യോ താലി വൈഫാ, അങ്ങനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അയ്യോ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം. അപ്പോൾ വൈഫാന്ന് എനിക്ക് ഇതുവരെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഡോട്ടർ ഇൻ ലോ ആണെന്നുള്ള ഒരു കൺസെപ്റ്റും എനിക്ക് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് മരുമകൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് അവരുടെ കൂട്ടത്തിൽ 2 മക്കളുണ്ട്, ആൺമക്കളുണ്ട്, പിന്നെ 3ാമതൊരു മകളും. അവർക്ക് അങ്ങനെ ആയിട്ടുള്ള എനിക്ക് അങ്ങനെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അല്ല 3ാമതൊരു മോളുണ്ട് അവർക്ക്, അങ്ങനെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് മരുമകൾ ഡോട്ടർ ഇൻ ലോ എന്നുള്ള ഒരു കൺസെപ്റ്റും എനിക്കിതുവരെ ഈ 2 കൺസെപ്റ്റും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡിന്റെ വീട് എവിടാ, ഹസ്ബൻഡിനെ കുറിച്ചിട്ട്. സോ ബേസിക്കലി ഹിസ് നെയിം ഈസ് അക്ഷയ് മധുസൂദനൻ. വീട്ടില് സച്ചു എന്ന് വിളിക്കും. സച്ചേട്ടൻ വർക്ക് ചെയ്യുന്നത് സെറ സാനിറ്ററി വെയേഴ്സിലാണ് ട്രിവാൻഡ്രത്തുള്ളത്. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വീട് ഐവർഗാല എന്ന് പറയും, നമ്മുടെ കൊല്ലം. ഏനാത്ത് മണ്ണടിയൊക്കെ അടുത്തായിട്ട് വരും ഈ ഐവർഗാല എന്ന് പറയുന്ന സ്ഥലം. പിന്നെ വീട്ടിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത്രയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാരേജ് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് വീട്ടിൽ പോയി സ്റ്റേ ചെയ്തത്? ഇതിട്ടത് വേറെ ആരുമല്ലേ, എൻ്റെ അനിയത്തി തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ വീക്കെൻഡ് വരുന്നത് ആകെ ഒറ്റ ദിവസം. ആ ഒറ്റ ദിവസത്തിൽ സമയം കിട്ടാറില്ല. പിന്നെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ടാണ് വീട്ടിൽ തങ്ങാൻ വേണ്ടിയിട്ട് വന്ന് നിന്നത്. അപ്പം ഒറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ വീട്ടിൽ സ്റ്റേ അടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൂ ഇതുവരെ. സമയം കിട്ടാത്തതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. സോ നെക്സ്റ്റ്, ഞാൻ Q&A അല്ലെങ്കിൽ ആസ്ക് മീ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടയില് എനിക്ക് മെജോറിറ്റി ഒരു 99% വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ലവ് സ്റ്റോറി സച്ചേനെ ഇവിടെ വിളിച്ചിരുത്തി ഇവിടെയും കൊണ്ടുവന്നിരുന്നിട്ട് ലവ് സ്റ്റോറി ഒരുമിച്ച് പറയാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിനുള്ള പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ ലവ് സ്റ്റോറി വെളിപ്പെടുത്താൻ പോവുകയാണ് നിങ്ങളുടെ മുന്നിൽ. ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ലവ് സ്റ്റോറിയും കൂടി പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ Q&A സെക്ഷൻ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. ഓക്കെ, സോ ലവ് സ്റ്റോറി പറയാമെന്ന് പറയുമ്പം ഞങ്ങള് ഫസ്റ്റ് കാണുന്നത്, ഞാൻ 7ാം ക്ലാസ് വരെ CBSE ആയിരുന്നു പഠിച്ചിട്ടിരുന്നത്. 8 ആയപ്പോഴത്തേക്ക് ഞാൻ സ്റ്റേറ്റ് സിലബസിലോട്ട് മാറി. സോ സ്റ്റേറ്റ് സിലബസ് മാറിക്കഴിഞ്ഞ് 8ാം ക്ലാസ് വന്നല്ലോ. അപ്പോഴത്തേനും ഞാൻ അവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിരുന്നു, ബോയ്സും ഗേൾസും സെപ്പറേറ്റ് സ്കൂളായിരുന്നു.
അപ്പൊ നമ്മൾ ആകെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സഡ് ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്യൂഷനിൽ പോകുമ്പോൾ മാത്രം. അപ്പൊ നമ്മുടെ സ്കൂളിന്റെ അടുത്തുനിന്ന് കുറച്ചൊരു 5 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ ട്യൂഷൻ സെന്റർ ഉണ്ട്. അപ്പം അവിടെ പോകുമ്പോഴത്തേക്കും ഞാൻ അവിടെ ചെന്നു. അപ്പൊ ഞാൻ ആദ്യം അവിടെ ബെഞ്ചിന്റെ അവിടെ ഒരു കൂട്ടുകാരി ഇരിപ്പുണ്ടായിരുന്നു. സോ അവളുടെ അടുത്ത് ചെന്ന് ഇരുന്നു, മിണ്ടി സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചേഴ്സ് ഭയങ്കര എന്താ പറയുന്നത്, ഒറ്റയൊരു പേര് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അക്ഷയനെ കണ്ട് പഠിക്ക്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കില അക്ഷയ എടുത്ത് ചോദിച്ചാൽ മതി എന്നും പറഞ്ഞിട്ടൊക്കെ ഭയങ്കര എന്താ പറയുക. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും അക്ഷയ് എന്ന് പറയുന്ന ഒരാളിനെ ഞാൻ കാണുന്നില്ല. അങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടോ, ആരെ ഇത്? അപ്പൊ ഞാൻ ജസ്റ്റ് ഭയങ്കര ക്യൂരിയോസിറ്റി, ആരെ അക്ഷയ്, ഈ ടീച്ചർക്ക് അക്ഷയ് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, കാണാത്തൊരാളാണ്. പക്ഷെ ആ സമയത്ത് എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ, എന്താ പറയണതെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ആ സമയത്ത് പഠിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു കുട്ടിയായിരുന്നു. സോ അങ്ങനെ ഇരുന്ന് ഞാൻ ഒരു ദിവസം ആയപ്പോഴത്തേക്കും ഇതേപോലെ അക്ഷയിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതേപോലെ അറിയുന്നത് അതെന്റെ കൂട്ടുകാരി അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരിയായിട്ട് ഈ പറയുന്ന അക്ഷയ് റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ അവരെ ഇഷ്ടത്തിലാണെന്നുള്ള ഒരു കാര്യം. അപ്പോഴത്തേനും ഞാൻ പിന്നെ അവരെ ഇഷ്ടമല്ലേ, പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആ വഴിക്ക് പോയില്ല. എനിക്ക് എന്തേലും കാണിക്കട്ടെ, എന്താ എന്തെങ്കിലും കാണിക്കട്ടെ, ഓട്ടമല്ലേ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. പിന്നെ ഞാൻ പിന്നെ ആ സമയത്ത് അങ്ങോട്ടൊന്നും പിന്നെ തിരിഞ്ഞൊന്നും നോക്കത്തില്ല. ഏത് അക്ഷയ്, എവിടുത്തെ അക്ഷയ്, എന്തായാലും ആവട്ടെ. അങ്ങനെ പിന്നെ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു. പുള്ളി പിന്നെ ആ സമയത്ത് പിന്നെ 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ റിലേഷൻ ആയി കഴിഞ്ഞിട്ട് പിന്നെ +1 +2 ആയപ്പോഴത്തേനും പിന്നെ ഞാൻ പോയി. ഞാൻ +1 +2 ആയപ്പോഴത്തേക്കും വേറെ സ്കൂളിലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പോയപ്പോ തന്നെ അവിടെയും ഈ അക്ഷയ് തന്നെ ഉണ്ട് കേട്ടോ, സീനിയർ ആയിട്ട്. ഞാൻ പിന്നെയും ആണെങ്കിൽ അവിടെ ചെന്ന് പഠിക്കാൻ പോയപ്പോ ഉണ്ട് ഈ പറയുന്ന എന്റെ കൂട്ടുകാരിയും അവിടെ തന്നെ ഉണ്ട്. ഞാൻ നോക്കുമ്പോ മൊത്തവും ഇവ രണ്ടുപേരുമാണ്. അപ്പം എനിക്കെന്തോ എന്താ പറയുന്നത്, എന്തേലും ആയിപ്പോട്ടെ, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എന്നും പറഞ്ഞിട്ട് പിന്നെയും ഞാൻ അത് അവിടെ വെച്ച് തള്ളിക്കളഞ്ഞു. എന്തേലാവട്ടെ. +2 കഴിഞ്ഞു, ഞങ്ങൾ എല്ലാവരും പല വഴിക്ക് പോയി. അപ്പോഴത്തേനും സച്ചയുടെ ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ അപ്പോഴത്തേക്കും പാലാ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോവുകയും ചെയ്തു. പാലാ കോച്ചിങ് ഒക്കെ കഴിഞ്ഞു വന്നിട്ട് എനിക്കൊരു 18 വയസ്സായപ്പോഴത്തേക്ക് എന്റെ റിലേഷൻഷിപ്പ് ബ്രേക്കായി കഴിഞ്ഞു. ആ സമയത്ത് എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി വന്നിട്ട് ഇതേപോലെ പറഞ്ഞു എന്റെ അടുത്ത്, അത് ബ്രേക്കപ്പ് ആയി കേട്ടോ, സച്ചേട്ടന്റെ ബ്രേക്കപ്പ് ആയി കേട്ടോ. നമ്മൾ ആണല്ലേ, ബ്രേക്കപ്പ് ആയല്ലേ, പുള്ളി ഭയങ്കര ഡെസ്പാണ്, അതാണ് ഇതാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണ്. കാരണം പുള്ളി എത്രാം ക്ലാസ് തൊട്ടാ സ്നേഹിച്ചു തുടങ്ങിയ? 4 6 4 6 എത്രാം ക്ലാസ് തൊട്ട് സ്നേഹിച്ചു തുടങ്ങിയ? 6ാം ക്ലാസ്സോ? 6ാം ക്ലാസ് ആണോ പറഞ്ഞേ? 6ാം ക്ലാസ് 8ാം ക്ലാസ് തൊട്ട് സ്നേഹിച്ചു തുടങ്ങിയ ആളാ. ഞാൻ ആ വിഷമം കാണും, 8ാം ക്ലാസ് തൊട്ട് സ്നേഹിച്ചു തുടങ്ങിയല്ലോ. എത്ര 8 9 10 +1 +2 5 വർഷം. എന്താ ഒന്നും ഇല്ല, കിടന്നോ തുടങ്ങിയതല്ലേ. അപ്പം അതിന്റെ വിഷമം കാണുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഓക്കെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പുള്ളിക്കാരെ എന്റെ അടുത്ത് വന്നിട്ട് പുള്ളിക്ക് ഡിഗ്രി വെച്ച ഒരു കുട്ടി സെറ്റ് ആയി കേട്ടോ, പുള്ളി ഇപ്പൊ ഹാപ്പി ആയത്. ആണോ? ഹാപ്പി ആയിക്കോട്ടെ, എനിക്ക് എന്തായാലും ഹാപ്പി ആവട്ടെ, ഇങ്ങനെ മൈൻഡ് സെറ്റ് ആയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ആ സമയത്ത് പിന്നെ കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് എഞ്ചിനീയറിംഗ് കിട്ടിയായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്ത് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുന്ന സമയമായപ്പോഴത്തേക്കും ആ സമയത്താണ് ഞാൻ ഫേസ്ബുക്ക് ആദ്യമായിട്ട് എടുത്തു തുടങ്ങിയത്. ഫേസ്ബുക്ക് എടുത്തപ്പോഴത്തേക്കും എനിക്ക് ഒരു സജഷൻ, അക്ഷയ് മധുസൂദനൻ സ്റ്റാർട്ടഡ് ടു ഫോളോ യു. അങ്ങനെ അപ്പൊ ഞാൻ എന്താ ചെയ്തു, ഇത് മറ്റേ ആളല്ലേ. അപ്പൊ ഞാൻ തിരിച്ചു ഇത് വെച്ചേക്കോല്ലേ, പിന്നെ ഇയാളിത് കേട്ടോണ്ടിരിക്കുവാന്നോ? ഇയാളെന്തോ ഇയാള് സിനിമ കാണുമല്ലോ, സിനിമ കാണിരുന്നു.
അപ്പൊ ഞാനും തിരിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എവിടാ സുഖം അങ്ങനല്ല, അങ്ങ് ഫോളോ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യമുണ്ട്. പോസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചില്ല, ആദ്യം ഒരു ഫോട്ടോ ഇട്ടു. ഫോട്ടോയുടെ താഴെ ഞാൻ ഒരു കമന്റ് ഇട്ടു, ഓസം എന്നും പറഞ്ഞിട്ട്. ആ കമന്റ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് അപ്പൊ തന്നെ മെസ്സേജ് പോയി, ഹായ് എന്നെ അറിയാമോ എന്നും പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അറിയാം ചേട്ടാ. അപ്പം ചോദിച്ചു നമ്മളെയൊക്കെ അറിയാം അല്ലേ എന്നും പറഞ്ഞ് പിന്നെ ഞങ്ങൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. രാത്രി 12 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് ചാറ്റിംഗ് ആയി. പിന്നെ ഒരു അസുലഭ നിമിഷത്തിൽ പുള്ളി എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തു. അപ്പൊ ഞാൻ എന്താ ഇത്? അപ്പൊ ഞാൻ പറഞ്ഞു ടൈം പാസിനൊന്നും ഞാൻ നോക്കുന്നില്ല, കാരണം ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടിരിക്കുക, ഇനി വീണ്ടും ഇത് ആയിക്കഴിഞ്ഞ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വയ്യാത്തോണ്ട ഇതിന് പുറകെ നടന്ന് തൊല്ലയായതൊക്കെ. അപ്പോഴത്തേനും പുള്ളിയും പറഞ്ഞു ഞാനും ടൈം പാസിനല്ല, സീരിയസ് ആയിട്ട് എന്നാണെന്ന് പറഞ്ഞു. നമ്മൾ ആലോചിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ആ സമയത്ത് സച്ചന്റെ കസിന്റെ എനിക്ക് തോന്നുന്നു അനുദണ്ണന്റെ എങ്ങാണ്ട് കല്യാണമായിരുന്നു. എന്നായിരുന്നു സെപ്റ്റംബർ 13 അല്ലേ? സെപ്റ്റംബർ 13 അവരുടെ കല്യാണം. 13 12-ാം തീയതി സെപ്റ്റംബർ 12 ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അമ്മി സെറ്റായി. അതായത് എവിടെ പോവാ അതായത് 8ാം ക്ലാസ്സിൽ വെച്ച് കണ്ട് പരിചയമുള്ള സച്ചേട്ടനെ ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്നത് സെപ്റ്റംബർ 12 2018 എന്നാ 2012 ഞാൻ കണ്ടത് ഇയാളെ. 2012 കണ്ട അക്ഷയ് എമ്മിനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത് സെപ്റ്റംബർ 12 2018. അങ്ങനെയാണ് ഞങ്ങൾ സീനിയർ ജൂനിയർ ആയത്. വേദന എടുക്കുന്നത് എന്തേലും പറയണ്ടോ? കിടന്നു വീഡിയോ യൂട്യൂബില് ഇൻസ്റ്റയിലല്ല. സോ അവിടുന്ന് തുടങ്ങി. പിന്നെ അവിടുന്ന് തുടങ്ങി ഇങ്ങ് വരെ കല്യാണം കഴിഞ്ഞിപ്പോ 3 മാസമായി വെച്ച്. പിന്നീട് ഞങ്ങൾ ഫുൾ അടിയോടടിയായിരുന്നു. വഴക്ക്, പരിഭവം, ലോങ് ഡിസ്റ്റൻസ് അവിടം തൊട്ട് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇതുകൂടി പറയാം. 2 കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാനിത് എന്റെ ഫ്രണ്ട്സിനോട് ആരോടും ഞാൻ പറഞ്ഞില്ല, ഒറ്റ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞില്ല. ഞാനെന്നല്ല സച്ചുവേണ്ടും പറഞ്ഞില്ല. കാരണം ഞങ്ങൾ 2 പേരും എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു ആരോടും പറയണ്ടെന്നുള്ളത്. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് തന്നെ അത് പോയി. ഞാൻ തന്നെ അറിയിച്ചു. അങ്ങനെ ആയപ്പോഴത്തേനും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, നീ ഇത് ഇവിടം വരെ പോകാനേ, ഇതൊക്കെ വല്ലതും നടക്കുവോ? നടക്കത്തില്ല. ഞാൻ പല കൂട്ടുകാരും വഴി പലരും വഴി ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കുറിച്ച് ഇതേപോലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും. പക്ഷെ ഞാനതൊന്നും അപ്പോഴൊന്നും പറയാൻ പോയിട്ടില്ല. അതിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം നമ്മൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പോസിറ്റീവും വരും നെഗറ്റീവും വരും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അതൊന്നും റിയാക്ട് ചെയ്യാനോ അപ്പോഴൊന്നും പോയില്ല. എന്തേലും പറയട്ടെ, അവർക്ക് പറയാനൊരു ടോപ്പിക്ക് വേണമല്ലോ, അതുകൊണ്ടാണല്ലോ എന്റെ കാര്യം എടുത്തിടുന്നത് എന്ന് വെച്ചിട്ട് പറയട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങനൊന്നും എന്തേലും ആവട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിൽ എടുത്തത്. കുറെ പേര് എൻ്റെ അടുത്ത് മിണ്ടാതായി, കണക്ഷൻ വിട്ടു. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ കണക്ഷനൊന്നും ഇല്ല, മിണ്ടത്തില്ല. കൂടെ പഠിച്ചവർ തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടായത്. പിന്നെ ഇതിന്റെ രണ്ടാമത്തെ ഒരു വീട്ടുകാരെങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരു കാര്യം. വീട്ടിലെങ്ങനെ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് ഇഷ്ടമായി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ഡേറ്റിങ്ങിന് പോവാം. ഡേറ്റിങ്ങിന് പോകുമ്പം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ പോവാന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം ഒരു അമ്പലത്തിൽ പോവാന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ബീച്ചിൽ പോവാന്ന് വെച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞ് ഇറങ്ങണമല്ലോ, കാരണം എന്റെ കോഴ്സ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ കറന്റ്ലി അപ്പൊ ഒന്നും ഞാൻ പഠിക്കാൻ പോകുന്നില്ല. അപ്പൊ വീട്ടിൽ ഞാൻ എന്തോ പറയാം, അപ്പൊ അടുത്ത എന്തെങ്കിലും കോഴ്സിന് വരുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കോഴ്സ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നമുക്കൊരു 6 മാസം വാലിഡിറ്റി എന്തോ ഉള്ളൂ. അപ്പൊ ഞാൻ അതെടുത്തിട്ട് ഇനി അത് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടില് പറഞ്ഞു, അമ്മ അതേപോലെ പുതിയ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സ്കൂളിൽ പോയി അത് സർട്ടിഫിക്കറ്റ് ടീച്ചേഴ്സിനെ ഇന്ന് വാങ്ങിച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടേ ഞാൻ വീട്ടിലോട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ആദ്യം പറഞ്ഞ ശരി പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ എന്തോ സംഭവം സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടായിരുന്നു വീട്ടിൽ നിന്ന്
അഴീക്കൽ വരെ പോവാൻ നല്ല ദൂരം ഉണ്ടെന്ന്. അപ്പൊ അഴീക്കലെങ്ങാണ്ട് എത്തിയപ്പോഴത്തേനും എന്റെ ചേട്ടൻ എന്തോ കാര്യത്തിന് വിളിച്ചെന്തോ എന്റെ അടുത്ത് എവിടാന്നെങ്ങാണ്ട് ചോദിച്ചപ്പോ ഞാൻ കിടന്നപ്പോ ഭയങ്കര ടെൻഷനായി, എന്തോ ബബ അടിച്ചു. അങ്ങനെ ഞാൻ കട്ട് ചെയ്തു കോള് കേട്ടോ. ചേട്ടാ പിന്നെ തിരിച്ചു വിളിച്ചപ്പോ ഞാൻ പിന്നെ എടുത്തതുമില്ല. പുള്ളിക്ക് എന്തോ കാര്യം കത്തിയെന്ന് തോന്നുന്നു. പുള്ളി അപ്പൊ തന്നെ അമ്മയെ വിളിച്ചു. അപ്പൊ ഞങ്ങള് അവിടുന്ന് ബൈക്ക് വെച്ചിട്ട് ഞങ്ങള് നടന്ന് അഴീക്കൽ അവിടെ ചെന്ന് ഇരിക്കുക. ഇരുന്നതും അമ്മ വിളിച്ചു. അമ്മ വിളിച്ചപ്പോഴത്തേനും എനിക്ക് ഭയങ്കര എന്തോ പറയണ്ടേ പറഞ്ഞ. അമ്മ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ഫോൺ എടുത്തിട്ട് ഇതുപോലെ, ആ അമ്മ ഞാനേ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തോണ്ടിരിക്കുക കേട്ടോ. അമ്മ ഉടനെ ഫോണിൻ്റെ തെരയുടെ നടക്കുന്ന എന്താണോ നിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് നീ വീട്ടിൽ വാ വെച്ചിട്ടുണ്ടത്. അത്രയും പറഞ്ഞ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അയ്യോ ഞാനപ്പോഴത്തേക്ക് ചേട്ടാ വാ, വീട്ടിൽ ഭയങ്കര പ്രശ്നമായി ചേട്ടാ, വാ 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 ഇപ്പൊ തന്നെ പോ എങ്ങനെയാ പറഞ്ഞത്, എനിക്കിപ്പോ വീട്ടിലെത്തണം. 1 മണിക്കൂർ യാത്രയുണ്ട്, ഇപ്പൊ ചെല്ലാതാ പറഞ്ഞത്. 1 മണിക്കൂർ. അയ്യോ പിന്നെ എങ്ങനെയൊക്കെയോ ഒന്ന് വീട്ടിലെത്തി. അയ്യോ ഒന്നും പറയണ്ട. അപ്പോഴത്തേനും പിന്നെ അമ്മയടുത്ത് ഞാനായിട്ട് അങ്ങോട്ട് കാര്യം പറഞ്ഞു, ഇതാണ് കേട്ടോ അമ്മയുടെ ഭാവി മരുമോൻ. അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, എനിക്കറിഞ്ഞൂടാ എന്തോ കാര്യം, എന്തോ ഒരെണ്ണം കെട്ടിട്ട് പഠിച്ചില്ല നീ. അങ്ങനെ പിന്നെ പറഞ്ഞ് അമ്മ പിന്നെ എന്നെ ഇതില് പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഇങ്ങനത്തെ കാര്യം. എന്റെ ഇഷ്ടമായോണ്ട് ആ വഴിക്ക് അങ്ങനെ പോയി. പിന്നെ ജോലി ആയപ്പോഴാണ് പിന്നെ കുറച്ച് സെറ്റായി വന്നത്. അയ്യോ അന്നത്തെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് സച്ചുട്ട ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ 1 വർഷം PSCക്ക് പോയിട്ട് പിന്നെ MBA പഠിക്കാൻ വേണ്ടിയിട്ട് DC വാഗമണിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ അവിടെയും ഞങ്ങൾ അടിയും മഴക്കും. അന്ന് ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് ആണല്ലോ. അയ്യോ അടിയെന്ന് വെച്ചാൽ ഭയങ്കര അടിയായിരുന്നു. വിഷയ സീനൊക്കെ ആയിരുന്നു. അന്ന് കരച്ചില് പിരിച്ചില് ബ്രേക്കപ്പ്. ബ്രേക്കപ്പും കാര്യവും. പിന്നെ ട്രിവാൻഡ്രത്ത് വന്നപ്പോ നേരിട്ട് കുറെ സമയം കാണാൻ തുടങ്ങിയപ്പോ പിന്നെ ബ്രേക്കപ്പ് ഒക്കെ മാറി തുടങ്ങി. ഭയങ്കര ഒരു ബ്രേക്കപ്പ് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. 2 മാസം ഉണ്ടാതിരുന്നതിന്റെ ബ്രേക്കപ്പ്. അങ്ങനെ കുഴപ്പമില്ല, മാറി. പിന്നെ തിരുവനന്തപുരം എത്തിയപ്പോഴത്തേക്ക് പിന്നെയും മാറി. പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ ലവ് സ്റ്റോറി ഇതാണ് ഗൈസ്. ഇങ്ങനുണ്ട്. ഇതും പറഞ്ഞ് ആരും വീട്ടിൽ പോയി അധികരിക്കരുത്, നല്ല അടി കിട്ടും. ഒന്നുമില്ല. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ. ഏകദേശം Q&A എല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ എന്തുവാ അപ്പോ ഞാൻ നിങ്ങളുടെയൊക്കെ ഉത്തരം നൽകിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇനിയിപ്പോ എന്താ, അപ്പം ഇനി കുറെ പേര് കുറെ വീഡിയോ സെഷൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇനി എന്തുവാ അപ്പൊ അതൊക്കെ ഇനി അടുത്ത വീഡിയോ നോക്കട്ടെ. ടൈം കിട്ടുന്ന പോലെ ഞാൻ മാനേജ് ചെയ്യാൻ നോക്കാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയോ ചേട്ടാ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Bell-icon. So keep watching and thank you for watching. Bye.